പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ലൈവ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമുഖത്തായ പ്രവൃത്തിയും പ്രത്യാശയോടുകൂടി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത ദൈവം നിങ്ങൾക്കായി കരുതും എന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും നാം ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു കരുതലും ഇല്ല എന്നുള്ള ഭാരത്തോടു കൂടി പല മേഖലകളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി, പല മേഖലകളിലും സാഹചര്യങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുവാനിടയായിത്തീരും. നമ്മുടെ കൈകളിൽ കരുതൽ ഒന്നുമില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരുതലുകൾ മുഴുവനും അസ്തമിച്ചു പോയി എങ്കിലും സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുവാനിടയായിത്തീരും. നമ്മുടെ കരുതൽ ഒരുപക്ഷെ മക്കളിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലെ മറ്റുള്ളവരിലായിരിക്കാം, ഒരുപക്ഷെ നാം സ്നേഹിക്കുന്ന മറ്റുള്ളവരിൽ കൂടി ആയിരിക്കാം നമ്മെ കരുതും എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ആ മേഖലകളിലെല്ലാം കരുതലുകൾ അസ്തമിക്കുമ്പോൾ, എല്ലാ മേഖലകളിലും നാം പരാജയപ്പെട്ട് നാം കരുതുമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ സകല ചിന്തകളെയും നിന്റെ സകല വിഷയങ്ങളെയും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായി ഒരു വാക്യം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പലപ്പോഴും നാം ചിന്തകളാൽ ഭാരമനുഭവിച്ച് എവിടെയും കരുതലില്ല എന്നുള്ള ഭാരത്തോടുകൂടി വ്യാകുലതകൾ അനുഭവിച്ച് ചിന്തകൾ പല മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ സകല ചിന്തകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ അതിന്റെ നടുവിൽ സർവശക്തനായ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. എല്ലാം പരാജയപ്പെട്ട് എല്ലാം അസ്തമിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. സമൂഹത്തിന്റെ നടുവിൽ നിന്ന്, കുടുംബത്തിന്റെ അകത്തളത്തിൽ നിന്ന്, മക്കളുടെ നടുവിൽ നിന്ന് മരിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മെ ഭരിക്കാറുള്ളത്. എന്നാൽ ആ ചിന്തകളുടെ നടുവിൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നത്, നിന്റെ സകല ചിന്തകളും എന്താണോ നിന്റെ വിഷയം, എന്താണോ നിന്റെ ഭാരം, എന്താണോ നീ ദൈവസനിൽ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തെ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവ് നിന്റെ വിഷയത്തിന്മേൽ അവിടുന്ന് പ്രവർത്തിക്കുവാൻ തക്കവനോടെയായിത്തീരും. പലപ്പോഴും മരണത്തെക്കുറിച്ച് നാം ആഗ്രഹിക്കുമ്പോൾ, പലപ്പോഴും മരിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയെ പോലും മാറ്റിമറിച്ച് നാം എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടുന്ന വിഷയം എന്താണോ, നീ നിരാശപ്പെടുന്ന വിഷയം എന്താണോ, അതിന്റെ നടുവിൽ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇവിടെ വായിക്കുന്ന അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ കഷ്ടതകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ജനത്തെ ഓർമ്മിപ്പിച്ചാണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നിരിക്കുന്നത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ജനം കഷ്ടതകളും പ്രയാസങ്ങളും നിരാശകളും വേദനകളും പലവിധമാകുന്ന പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ജനത്തോട് പറയുക, നിങ്ങളുടെ സകല ചിന്താകുലവും, നിങ്ങളുടെ സകല ഭാരവും, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്താണോ, നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം എന്താണോ, അതൊരു പക്ഷെ മനുഷ്യർക്കറിയത്തില്ല, നിന്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കറിയത്തില്ല, നിന്റെ മക്കൾക്കറിയത്തില്ല, നീ സ്നേഹിക്കുന്ന മറ്റാർക്കും നിന്റെ സാഹചര്യങ്ങൾ അറിയത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം നിന്റെ സാഹചര്യങ്ങളെ അറിയും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പീഡനം അനുഭവിക്കുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, ശൂന്യതകൾ അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന, നിരാശകൾ അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ, ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ സകല ചിന്തകളും ഭാരങ്ങളും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ
ദൈവാത്മാവിനെ പ്രവർത്തിക്കുവാനിടയായി തീരും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആകാശത്തിലെ പറവകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ആമേൻ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുവാനിടയായി തീരുന്നു. വിതയ്ക്കുന്നില്ലെങ്കിലും കൊയ്യുന്നില്ലെങ്കിലും കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എങ്കിലും നമ്മുടെ സർവശക്തനായ ദൈവം അവയെ പോറ്റുവാൻ ഇടയായി തീരുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവര്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ വിഷയങ്ങളുടെ നടുവിൽ, നീ അനുഭവിക്കുന്ന ഭാരങ്ങളുടെ നടുവിൽ നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിന്റെ സകല ചിന്തകളും, സകല ഭാരങ്ങളും, സകല വേദനകളും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. വിഷയങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകട്ടെ. സ്തോത്രം.